അപ്പം ഗുഡ് മോർണിംഗ് ഫ്രം ഡേ 6. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. മഞ്ഞുമല യാക്ക് പൊളി തണുപ്പാണ്, ഒന്നും പറയാനില്ല. കൈൻ്റെ വിരലുകളൊന്നും അറിയുന്നില്ല. ആടിയും മഞ്ഞുമല, ഇവിടെയും മഞ്ഞുമല, എവിടെ നോക്കിയാലും മഞ്ഞുമലയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് 3700 മീറ്ററിലാണ്. അതായത് തെങ്കോച്ചെ ഇന്നലെ എത്തിയത് 3800 തെങ്കോച്ചയിൽ നിന്ന് ഒരു 100 മീറ്റർ നമ്മൾ താഴോട്ടേക്ക് വന്ന് ഡിംപോച്ചെ, അവിടെയാണ് താമസം. ഇതാണ് ഡിംപോച്ചെ. വീടിന് പിന്നെ ഒരു 700 മീറ്റർ ഉണ്ട് ഡിംബോച്ചയിലേക്ക്. അതായത് ടോട്ടൽ 4400 മീറ്ററിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ഡിംപോച്ചെ, ഇനി പോകാൻ പോകുന്നത് ഡിംബോച്ചെ. ഓക്കെ, വേറെ സാധനം കൂടി കണ്ട വെള്ളത്തിൽ ഫുൾ ഐസ് കിട്ടിയാണ്. നോർമൽ പാനിയാണ്, ഐസ് കണ്ട അമ്മാതെ തണുപ്പാണ്. ബാത്റൂമിൽ ഇന്നലെ കാണിച്ചാൽ നിൽക്കുന്നത് ബക്കറ്റിലെ വെള്ളം അതാണിത്. അതിലെല്ലാം ഐസാണ് കോരി വയ്ക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് പോകുന്നത് 700 മീറ്റർ മുകളിലേക്കാണ്. അതായത് ഇപ്പോൾ ഉള്ളത് 3700 മീറ്ററിലാണുള്ളത്. ഇനി പോകാൻ വേണ്ടി പോകുന്നത് 4400 മീറ്ററിലേക്ക് ഡിംപോച്ചെ. ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഡിംപോച്ചെ. ഇനി പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡിംപോച്ചെ. രണ്ടും സിമിലറാണ്, എന്നാലും വേറെ വേറെ സ്ഥലങ്ങളാണ്. ഏകദേശം 9 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 7 മണിക്കൂർ ട്രാവൽ, ട്രക്കിങ്. തണുപ്പാണ്, ഐസ് കട്ടിയാണ് വെള്ളമല്ലോ. കൈൻ്റെ വിരലും കാലിൻ്റെ വിരലും, അതിന് രണ്ടിനാണ് മെയിനായിട്ട് അറിയുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നേരം നല്ല ഗ്ലൗസ് ഇടാം. എൻ്റെ ഒരുമാതിരി ലോക്കൽ ഗ്ലൗസ് ആയിപ്പോയി. വലിയ പൈസ കൊടുത്തിട്ട് കിടലൻ ഗ്ലൗസ് ആണെങ്കിലും വേണ്ടി വാങ്ങിച്ചതാണ്. ബ്ലഡി ഫുൾ തന്നെ പറ്റിച്ച്. മാക്സിമം 2 ഗ്ലൗസ് തന്നെ എടുത്തോ മിനിമം. പിന്നെ 2 സോക്സ് ഇട്ടിട്ട് നടക്കേണ്ടി വരും. ഓക്കെ, പൊളി. ഇതിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതാണ് നമ്മളെ അവസാനത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇനി അങ്ങോട്ടേക്ക് ഇതില്ല സസ്പെൻഷൻ ബ്രിഡ്ജ്. ലാസ്റ്റുള്ളത് ഡിംപോച്ചിലാണ്. ബൗൺസിങ് ആണ്. വെള്ളം പോകുന്നുണ്ട്. ട്രക്കേഴ്സും കണ്ട ചേർന്നാണ് ഫോട്ടോ സെഷൻ. മലകൾ, സൂര്യൻ വന്നേരം ചെറിയൊരു ആശ്വാസം. അതാണ് ഡബ്ലത്തിൻ്റെ അത് തല, ഇത് 2 ഇപ്പുറം കൈ. അങ്ങനെ അതായത് 2 കൈ ഇങ്ങനെ വിടർത്തിയിട്ട് സ്വാഗതം ചെയ്യുന്നവർ. ഇപ്പം അങ്ങ് കയറി ചെല്ലണം. ഇതിന് ഓർമ്മ ഉണ്ടായിരുന്നാ? ഇതിന് നമ്മൾ 2-3 ദിവസം മുമ്പ് കണ്ടേ. ഡബ്ലം വീണ്ടും. സൂര്യൻ വന്നതിന് ശേഷം കുറച്ചൊരു സമാധാനമുണ്ട്. അങ്ങനെ ഈ സൂര്യന് രാത്രി ഉണ്ടെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. രാത്രിയിലേതാ തണുപ്പെന്നറിയോ. 2 ബ്ലാങ്കറ്റാണ് പൊതിച്ചത് ഇന്നലെ രാത്രി. രക്ഷയില്ല. ഇതെല്ലാം വഴികൾ. ഞാൻ തണുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഒരു സാധനം കാണിച്ചുതരാം. ഇതുണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണില്ല. ഐസ് വന്നിട്ടാണോ?
ഇത് ലൈറ്റാണ്. ഓ മൈ ഗാഡ്, അമ്മ തണുപ്പാണ് ഭായി, പറഞ്ഞ വിശ്വസിക്കൂല ഇങ്ങനെ. നല്ല ലൈറ്റായിരുന്നു. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഇന്ന് രാത്രി നാളെ രാത്രി കുറച്ചോൻക്കറിയാം, ജീവനോടുണ്ടെങ്കിൽ കാണാം. ബൈ. 3500 മീറ്ററെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ പാക്കറ്റെല്ലാം ഇങ്ങനെ ആയി ഫുള്ള് എയറായിരിക്കും. ഫുള്ള് എയറായി വന്നുണ്ടോ. ഈ സ്ഥലമാണ് പങ്പോച്ചെ. ഇവിടെ മെയിൻ കൃഷിയാണ്. ഡബ്ലം കണ്ടുകൊണ്ട് കൃഷി ചെയ്യുക. അങ്ങൊരു വില്ലേജ് ആണെന്നുണ്ടോ, അതാണ് സൊമേരി. ഡബ്ലം നമ്മളെ വിട്ട് പോകുന്നില്ല. എവിടെ പോയാലും ഡബ്ലം ഉണ്ട്. പിന്നെ ഫോണിൽ ചാർജ് ചെയ്യാൻ നാംചെ ബസാർ വരിക പറ്റുള്ളൂ. അതായത് മെന്നാന്ന് താമസിച്ചെടുത്ത്. പിന്നെ ഇന്നലെ താമസിച്ചെടുത്ത് ഫോണ് ഫുൾ ചാർജ് ചെയ്യാൻ 500 റുപ്യ. ഇനി അങ്ങോട്ടേക്കെല്ലാം പൈസ കൂടി വരും. കാരണം ഇവിടെ ഒന്നും കറണ്ടില്ല. ഇവിടെ എല്ലാം മറ്റേ സോളാറാണ് മേലോട്ടേക്ക്. ഇനി ഫുള്ള് സോളാറിൻ്റെ കളികളാണ്. അപ്പോൾ രാത്രിയിൽ അങ്ങനെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം കുറവായിരിക്കും. ഏതാണ് വ്യൂ? ഡബ്ലം. ഐസ്. ഓ മൈ ഗോഡ്, നൈസ്. നടക്കുന്നിടത്തുള്ള ഐസാണ്. ഇതാണ് സൊമാരെ, കിട്ടുന്ന വില്ലേജ്. ചെറിയൊരു വില്ലേജാണ് സൊമാരെ. ഇവർക്കെല്ലാം തണുപ്പെല്ലാം ഇങ്ങനെ എന്താ പറയുക, നോർമലായിരിക്കും. ഇങ്ങനെ ബാഗെല്ലാം സൈഡിൽ വെച്ചിട്ട് കല്ലുമ്മൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ ആണ്. ഒരു 10 മിനിറ്റ് റെസ്റ്റ്. സൊമേരി എത്താനായി. സൊമേരി ഇസ് നിയർ ബൈ ഓൺലി. ദാറ്റ് ഈസ് സൊമേരി. ഒരു 20-30 മിനിറ്റ്സ്. ഇതാണ് നമ്മളെ വച്ചാൽ. Someri, where are you? ഐസ് കട്ടയാണ്, ഫുൾ ഐസ് കട്ടയാണ്. Oh my God. That a view. രക്ഷയില്ല. ഒരു 5 മിനിറ്റ് കൂടി തരും. വ്യൂവിൻ്റെ ഭംഗി കൂടി വരില്ലാണ്ട് കുറയുന്നില്ല. ആടെല്ലാം പോയിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ മലരും. ഇപ്പം എല്ലാം സമ്മറിലല്ലോ, ഇപ്പം എല്ലാം ഭയങ്കര തണുപ്പായിരിക്കും, മരവിച്ചു പോകും. ഇങ്ങനെ നടക്കാം. അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. വേറെ നോക്കിയാലും മഞ്ഞുമലയാണ്. Wow! So amazing! Wow! Oh my God! Woo! ഇതാണ് വ്യൂ. ഇതാണ് വ്യൂ. പൊളി.
ചെറിയൊരു ടീ ബ്രേക്ക് അടിക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഈ കല്ലിൻ്റെ മേലിങ്ങനെ ചാരിയിരുന്നു ഒരു കപ്പ് കോഫിയും അല്ല ടീയും സ്നിക്കേഴ്സും. എന്താണ് പഠിച്ചോനെ സ്വർഗം. എന്തിനാടാ വ്യൂ, എന്തിനാടാ വ്യൂ, എന്തിനാടാ വ്യൂ. നമസ്തേ. ഇതേതാ സാധനം? പശുവാ? യാക്ക? മിക്സ്ഡാണ്. കുഞ്ഞ് മക്കള്. ഓ കണ്ടേ. അങ്ങ് നമ്മൾ നടന്നു വന്ന ഫുള്ള് ദൂരം മനസ്സിലാണെങ്കിൽ ഇതാ ഓൾ ദ വേ ഫ്രം ദേർ. ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. സമ്മറിലെല്ലാം വന്ന് പൊളിയും. അതായത് ഒരു ഒക്ടോബർ, സെപ്റ്റംബർ, ഒക്ടോബറിലെല്ലാം ഈ വ്യൂ കണ്ടുകൊണ്ടാണ് നടത്തും. കൂടി കൂടി പൊളി ശരിയല്ല. മൈ ഗാഡ്. ഡിംബോച്ചിലേക്കുള്ള വഴി. -10 ആവും ഒരു ടെമ്പറേച്ചർ. പിന്നെ 4400 മീറ്റർ ഹൈറ്റുമാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന, ഛർദി. അങ്ങനെ ഛർദിയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തലവേദന പെൻട്രോളെല്ലാം കഴിച്ചിട്ട് പോക്കാം. ഛർദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മേലോട്ടേക്ക് പോകാൻ പാടില്ല. ഒരു ഹൈ റിസ്ക് ആവും. ഛർദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ടേക്ക് ഇറങ്ങിക്കോന്നാണ് പറയുന്നത്. കുറച്ചോണം ഛർദിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ വന്ന് ഓൾ ദ വേ ഫ്രം ദേർ. ഇനി ഏകദേശം 1 മണിക്കൂർ ഡിംബോച്ചയിലേക്ക് എത്താൻ. ഡിംബോച്ച ഡിംബോച്ച വേർ ആർ യു? ഡിംബോച്ച എത്തുന്നില്ല ഗൈസ്. ഡിംബോച്ചിൻ്റെ എന്താ പറയുക, ഒന്നും കാണുന്നില്ല. ഇനി എത്രയെല്ലാം പോകണമെന്ന് തോന്നുന്നു. ഫൈനലെത്തി ഗൈസ്. ഡിംബോച്ചെ. ഇതാണ് ഈ ഡിംബോച്ചെ. വാ, ചെറിയൊരു ഏരിയയാണ്, എന്നാലും കുഴപ്പമില്ല. ലുക്ക് സ്ഥലമാണ്. ഫൈനലി ചെന്നൈയിൽ അടുത്ത 2-3 രാത്രി ക്രൂഷ്യലാണ്. എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. അമ്മാതിരി തണുപ്പാണ്. ഇവിടെ -9, -10 ഡിംബോച്ചയിൽ. വീടിന്ന് 2 പിള്ളേർക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വന്നിട്ട് പിള്ളേർ തിരിച്ചുപോയി. ഛർദിയും തലവേദനയും.
പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഇന്ന് രാത്രി നാളെ രാത്രിയാണ് കടിച്ചു പിടിച്ച് നിൽക്കണം. ഇതാണ് ഗൈസ് ഡിംബോച്ചെ. മലകളെല്ലാം ഉണ്ട് അതിൻ്റെ മേലയിൽ. ഫുള്ള് മഞ്ഞ് മുടിച്ച് കാണുന്നില്ല. കയ്യെല്ലാം തണുത്ത് മരവിച്ചു പോയി. ആ വയലുകൂട്ടി നമ്മൾ വന്ന്. ഇന്ന് രാത്രി നാളെ രാത്രി ഇവിടെ തന്നെ സ്റ്റേ. ഇന്ന് രാത്രി നാളെ അക്ലമറ്റൈസേഷനാണ്. നാളെ ഇവിടുന്ന് എവിടെയെങ്കിലും അരിയത്തുള്ള മല കയറിയിട്ട് തിരിച്ച് താഴെ വരും. ഇവിടെ തന്നെ കിടന്നുറങ്ങും. അക്ലമറ്റൈസേഷൻ മസ്റ്റാണ്. അല്ലാണ്ട് ഇവിടെ നിൽക്കാണ്ട് മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. തലവേദന ഛർദിയെല്ലാം വരും. അപ്പോൾ ഇവിടെ നിൽക്കുക, ഒന്ന് ക്ലൈമറ്റ് സെറ്റാക്കുക, വീണ്ടും മേലോട്ടേക്ക് പോവാം. ഇന്ന് ലാസ്റ്റ് അക്ലമറ്റൈസേഷനാണ്. ഇന്നെല്ലാം നാളെ. ഡിംബോച്ചെ ചെറിയ സ്ഥലമൊന്നും കേട്ടോ, വലിയ സ്ഥലമാണ്. നേരത്തെ കാണിച്ചിരുന്ന് ഏകദേശം 20 മിനിറ്റായിട്ടായി നടക്കുന്നത്. നമ്മൾ ഹോട്ടലെത്തിക്കില്ല. ഡിംബോച്ചെ റിസോർട്ട്. ബ്ലാക്ക് പൈപ്പ് ഉണ്ടോ? അതിന് വെള്ളം വരുന്നുണ്ടോ? ഇങ്ങനത്തെ വെള്ളം നമ്മൾ കുടിക്കാൻ കുപ്പിയിൽ നിറയ്ക്കും. എന്നിട്ട് ആ ടാബ്ലറ്റ് ഇടും. അരമണിക്കൂർ വെയിറ്റ് ആക്കും, കുട്ടിക്കും. ഇതാണ് നമ്മൾ ഹോട്ടല് ഇന്നത്തെ സ്റ്റേ. ഫുള്ള് സോളാറാണ് ഇവിടെ. ചെറിയൊരു തലവേദന വരുന്ന പോലെ ഉണ്ടല്ലോ. ഇവിടെ നല്ല റെസ്റ്റ് എടുക്കുക. ഒരു ടാബ്ലറ്റ് അടിക്കാൻ വേണമെങ്കിൽ പാനഡോൾ ഫോർ ദ സേഫ്റ്റി. ഒരു ഓർമ്മയുണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ട് Yeah, there is one inside. Yeah. So when you reached here? Sorry? When you came here? Yesterday. I'm a day ahead of you guys. Okay, so tomorrow you will be leaving? I'm late because I didn't do extra day. Uh-huh. Otherwise, Okay, good. Nice to meet you. I skipped the Namche. Namche you skipped, yeah. Skip one day. All right. That's all right. Uh-huh. Nice. So how was last night? Weather here? Cold. Very It's cold. The first time my water bottle frozen. Uh-huh. The whole plastic bottle. ഇതാണ് ഇന്നത്തെ നമ്മളെ 5 സ്റ്റാർ റൂം. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വാവ്, നൈസ്, ഫാന്റാസ്റ്റിക്. വെള്ളം വയ്ക്കുക. 2 രാത്രി ഇവിടെ സർവൈവ് ചെയ്യണം. 2 nights. 3 രാത്രി തന്നെ അവസ്ഥ. എല്ലാ രാത്രിയും ഉണ്ടോ? വൈകുന്നേരം 5 മണി മുതൽ 8-9 മണി വരെ ചൂടുപിടുത്തം. ഇവിടെ എല്ലാം ഡിന്നറിനും പെട്ടെന്ന് കിട്ടുന്നത്. അപ്പം ഡിന്നറിന് സമയം ഏകദേശം 6 മണി, 6:50. അരമണിക്കൂർ നമ്മൾ ഡിന്നർ കഴിക്കും. ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി കോൾഡാണ്. വെരി കോൾഡ് എന്ന് വെച്ചാൽ വെരി കോൾഡ്. Beriche, Namche. -8. Good.